ثم لتسألن يومئذ عن النعيم. ഓരോ വ്യക്തികൾക്കും അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹ് വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് അല്ലാഹു ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ചെയ്തു കൊടുത്തത്. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ, എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു ഭൂമിയിൽ മനുഷ്യന് ചെയ്തു കൊടുത്തു. എങ്ങനെ ചെലവ് ചെയ്തു, എന്തിനു വേണ്ടി ചെലവ് ചെയ്തു? ചോദ്യം വരും. യുവാവേ, കണ്ടെത്തിക്കോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അശ്ശുബാനു ശുഅബത്തും മിനൽ ജുനൂൻ വന്നിസാഉ ഹബാലത്തു ശൈത്വാൻ. യുവാക്കൾ എന്ന് പറഞ്ഞാൽ അത് ഒരുതരം ഭ്രാന്താണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ പറയുന്ന വാക്കല്ല, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അശ്ശുബാനു ശുഅബത്തും മിനൽ ജുനൂൻ, ഒരുതരം ഭ്രാന്താണ്. കാരണം ഇവന്മാരൊക്കെ ഈ അപ്പാച്ചി ഓടിച്ചുകൊണ്ട് പോകണം, ഇങ്ങനെ ഒരു പോക്ക് പോകണം, ഭ്രാന്തനാണോ? നാട്ടുകാരെന്നെ ചോദിക്കൂലേ? സ്ഥലമില്ല, വണ്ടി വരാൻ സ്ഥലമില്ല, ട്രിപ്പറിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകും. ഓരോരുത്തർ പോക്കണ്ട, വായുവിനെ മേടിക്കാൻ പോണ പോക്ക്. ഭ്രാന്താണോ? നമ്മൾ തന്നെ ചോദിക്കൂലേ? നബിതങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു എത്തുങ്ങൾക്ക് ഭ്രാന്താണെന്ന്. കണ്ടവിടെ മുഴുവനും സ്വീകരിക്കല്ലേ ഓരോ കോലം. ബനിയൻ വാങ്ങണമെങ്കിൽ അവന്റെ മോന്ത മൊത്തം ഇതിനകത്തുണ്ട്, ബനിയന്റെ മുകളിൽ. അതനുസരിച്ച് നീ എന്റേതല്ലേ, അതെടുത്ത് തൂക്കിയിട്ട് ഉടക്കുക. നിസ്കരിക്കാൻ വരുമ്പോ ഒരു ശൈത്താന്റെ കോലം പറയുകയാണ്, പറയുന്നത് കൈകിട്ടുന്ന അവന്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് നിസ്കരിക്കുക. ഭ്രാന്ത് ശരിയല്ലേ? ഇന്ന് യുവാക്കളുടെ വസ്ത്രമൊക്കെ വാങ്ങി നോക്കും, വസ്ത്രം വാങ്ങി നോക്കും, അവന്റെ വസ്ത്രം തന്നെ നോക്കും, അവന്റെ പാന്റ് തന്നെ നോക്കും, ഏത് കോലത്തിലൊക്കെയാണ്. ഭ്രാന്തല്ല. നമ്മളെന്താ പിന്നെ പറയുക? ജട്ടിയുടെ ഇലാസ്റ്റിക് മുകളിലിട്ട് ഫിറ്റ് ആണ്, പാന്റിന്റെ മുകളിലൂടെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ കൊണ്ട് വണ്ടിയിൽ പൊടിച്ചു പോകുന്നത്. ജട്ടിയുടെ ഇലാസ്റ്റിക്, അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക്, അതിന് പ്രത്യേകം ജട്ടി ഇറങ്ങിയിട്ടുണ്ട്, അത് വാങ്ങുന്നു വില കൊടുത്ത്. അത് ഒരുതരം എന്തോ ഒരു സ്റ്റൈല് പോലെ. എന്താ ലോകം എവിടെ ചെന്നെത്തുന്നു? അശ്ബാനു ശുഅബത്തും മിനൽ ജുനൂൻ. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. സംസ്കാരം ഏത് സംസ്കാരം? എവിടുത്തെ സംസ്കാരം? ആര് പഠിപ്പിച്ച സംസ്കാരം? ഒരു ചങ്ങാതി കൊല്ലത്ത് വസ്ത്രം വാങ്ങിയിട്ട് പുതിയ വാങ്ങിക്കൊണ്ട് വന്നിട്ട് 2 തുടയുടെ മുകളിലും ബ്ലേഡ് വെച്ച് കീറി. ഞാൻ വെറുതെ പറയല്ല, ഭ്രാന്താന്നോടാ. അല്ല സാർ, ഇപ്പോഴത്തെ സ്റ്റൈൽ അങ്ങനെയാണ്, കീറണം ഇവിടെ 2 സൈഡ്. ആ നടുക്കോട്ട് കീറാവാൻ നന്നായി പോയി, ഉള്ള കാർത്ത തന്നെ. വല്ലാഹി സത്യം, 2 സൈഡ് കീറ. ഇപ്പോഴത്തെ സ്റ്റൈൽ അങ്ങനെയാണ്, കീറത്. പണ്ട് സഹാബാക്കൾ കീറിയതും കണ്ടം വെച്ച് തയ്ച്ചതും ഒക്കെ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ചുളുങ്ങിയത്, തേക്കാൻ കഴിവില്ലാത്തവർ, ഇസ്ത്രി ഇടാൻ ഗതിയില്ലാത്തവർ, വല്ലാത്ത അവസ്ഥ. ഇന്ന് വല്ലാഹി ഇന്ന് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റിയതല്ലേ, കണ്ടം വെച്ച് തണി. ബ്ലൗസിന്റെ ഒരു പീസ് കോളറില്, പാവാടയുടെ ഒരു പീസ് പോക്കറ്റില്, ചുരിദാറിന്റെ ഒരു പീസ് ബാക്കില്, എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പ്രാന്തം വസ്ത്രം. അതാണ് സ്റ്റൈല്. കൈയൊന്ന്, കാലൊന്ന്, ഇവിടെ നിന്ന് ഓരോന്നൊക്കെ വേറെ. എന്നിട്ട് കുറെ വള്ളി ഇങ്ങനെ തൂക്കി കെട്ടിയിട്ടേക്ക്. ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇവനെ പിടിച്ച് കെട്ടാൻ, ഹാലിളകിയാൽ കെട്ടാൻ വേണ്ടി കുറേ. എത്ര പണ്ട് ഒരു പോക്കറ്റ് നമ്മളുണ്ട്, ഇന്ന് 22 പോക്കറ്റ്. പോകുന്ന വഴിക്ക് എങ്ങനെ പോയാലും ഒരു പെട്ടിയോട്ട മണൽ, ആ 2 പോക്കറ്റുകൾ ഇട്ടാലും ഒരു പെട്ടിയോട്ട മണൽ കിട്ടും. കാരണം ഇന്ന് മണൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ ഈ പോക്കറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കൊച്ചുകുട്ടി 10 വയസ്സുള്ള കുട്ടിക്ക് ഒരു 12 വയസ്സിന്റെ പാന്റും ഒരു 22 വയസ്സിന്റെ പോക്കറ്റും ആണുള്ളത്. കാണിക്കവഞ്ചി പൈസ ഇടുന്ന പോലെ ഓരോരുത്തരും അതിനകത്ത് ഇട്ടോണം. അതിന്റെ വായി ഇങ്ങനെ തുറന്നിരിക്കുകയാണ് 2 സൈഡിൽ. നോക്കിക്കോ, ഏതെങ്കിലും കുട്ടികളെ വാത് കഴിഞ്ഞ് പോകുമ്പോൾ പിടിച്ചു വെച്ച് നോക്കി എത്ര പോക്കറ്റ് ഉണ്ട്. പണ്ട് ഒരു പോക്കറ്റ്, ഒരു വസ്ത്രം, ഒരു തുണി, ഒരു കളറെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പല കളറാ. നബി തങ്ങൾ വെറുതെ ഒന്നും പറയൂല, ഇത് ഭ്രാന്താണ്, ഒരുതരം ഭ്രാന്താണ്. യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വലഖദ് കറംനാ ബനി ആദം
ആദമിന്റെ മോനെ, നിന്നെ നാം ആദരിച്ചു, ബഹുമാനിച്ചു, നിനക്ക് നല്ല വസ്ത്രം നാം പഠിപ്പിച്ചു, അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണേ. അതാണ് ഏറ്റവും വലിയ സംസ്കാരം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സംസ്കാരം അതാ, നല്ല വസ്ത്രം. അത് കണ്ടം വെച്ചത് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തൊന്നും തയ്ക്കേണ്ട കാര്യമില്ല. നല്ല വസ്ത്രം ധരിച്ചു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇൽബസു സിയാബൽ ബീഉ ഫഇന്നഹാ അത്യബു വഅത്ഹറു വകഫിനു ഫീഹാ മൗതാകും. വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണേ. വെള്ള വസ്ത്രം ശുദ്ധിയുള്ളതാണ്, അത് വൃത്തിയുള്ളതാണ്. വകഫിനു ഫീഹാ മൗതാകും. നിങ്ങളുടെ മയ്യത്തുകൾ, ജനാസകൾ അതിൽ പൊതിയണമേ. ജാതി മത ഭേദമന്യേ അവസാനം പറഞ്ഞത് എല്ലാവരും സ്വീകരിക്കും. ജനാസ വെള്ള തുണിയിൽ പൊതിയണമെന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഏത് ഹൈന്ദവൻ, ക്രൈസ്തവൻ, ജൂതൻ, നസ്രാണി, ഏത് ഗ്രൂപ്പുകാരാവട്ടെ മരിച്ചാൽ അവന്റെ മയ്യത്ത് നടക്കുന്നത് വെള്ള തുണിയില്ല, അല്ലേ? പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് നമുക്ക് ആ ശവം തരുന്നത് വെള്ള തുണി പൊതിഞ്ഞിട്ടാണ്. നബി തങ്ങൾ പറഞ്ഞത് അവിടെ സ്വീകരിക്കുന്നില്ലേ? വെള്ളയിൽ ബർക്കത്തുണ്ട്, വെള്ളയിൽ നല്ലതാണ്, ശുദ്ധിയുണ്ട്, കൃമികളൊന്നും കയറിയിരിക്കൂല. ആംബുലൻസിന്റെ കളറ് വെള്ള, സ്ട്രെച്ചറിന്റെ കളറ് വെള്ള, നേഴ്സന്മാരുടെ കളറ് പറയണ്ട, ശരീരത്തിന്റെ വസ്ത്രം വെള്ള. വെള്ളയല്ലേ? ശരിയല്ലേ? ഞാൻ വെറുതെയാണോ പറയുന്നത്? വെള്ള നബിതങ്ങൾ പറഞ്ഞ എന്താ? അത്യബു അത്ഹറു. അത്വീബ്, അതിനകത്ത് മരുന്നുണ്ട്, അതിന് കൃമികള്, അതിന്റെ അണുക്കള് എല്ലാം മാറ്റിക്കളയും. വെള്ള ധരിച്ചോ, മയ്യത്ത് അതിനകത്ത് പൊതി. ഹബീബായ റസൂലുള്ളാഹി. സംസ്കാരം. നബിതങ്ങൾ വസ്ത്രം പഠിപ്പിക്കേണ്ടത് നമുക്ക് പഠിപ്പിച്ചെന്നു. ഏത് വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞത്. പാശ്ചാത്യ സംസ്കാരം ഒന്നും വേണ്ട, ആ സംസ്കാരം നമുക്ക് വേണ്ട. അവന്റെ ബർമൂഡ സംസ്കാരം അത് നമുക്ക് വേണ്ട. നമ്മുടെ വാപ്പാന്റെ ഉമ്മാന്റെ ഉസ്താദന്മാരുടെ മുന്നിൽ ബർമൂഡ ഇട്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഇന്ന് വീട്ടിനകത്ത് പെണ്ണുങ്ങൾ പോലും അതാ ധരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ചിരിക്കാൻ പറഞ്ഞൊന്നും അല്ല ഉസ്താദന്മാരെ, നിങ്ങളെ മദ്രസയെ പഠിപ്പിക്കുന്നുണ്ട്, ഇത് അന്വേഷിക്കാറില്ല. ഞങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നവർ ഇതൊക്കെ അന്വേഷിക്കും. കാരണം ഇത് പറയണ്ടേ, ഇത് ഓരോരുത്തർ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ച് അന്വേഷിച്ചാലേ എനിക്ക് നാളെ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയാണ് സംഭവം. ചില ഡോക്ടർമാരുണ്ട്, വീട്ടിൽ പോയി നോക്ക്, ബർമൂഡ ഇട്ടോണ്ടേ വീട്ടിൽ ഇരിക്കുള്ളൂ. അവർക്ക് ഫ്രീ ആയിട്ട് ആ സമയത്ത് അവിടെ ഇരിക്കണം. നിങ്ങൾ പോയി നോക്ക്, കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഡോക്ടർ ഞാൻ നേരിട്ട് കണ്ടത് കൊണ്ടൊക്കെ ഞാൻ ഈ പറയുന്നത്, വെറുതെ പറയല്ല. ഇതൊന്നും സംസ്കാരമല്ല, ഇസ്ലാമിക സംസ്കാരം. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ തുടയിലേക്ക് നോക്കിക്കൊണ്ട് വിധങ്ങൾ പറഞ്ഞു, അലിയെ, തുടയും ഔറത്താ. തുട ഔറത്താണ്, ഞാൻ അതിലേക്ക് നോക്കരുതേ, അന്യവന്റെ ഔറത്തിലേക്ക് നീ നോക്കരുതേ. നിബിധങ്ങൾ പറയണം, തുട അതിൽ പെട്ടതാണ്. لا تتبعن بصرك حسن رداء امرأة فإن النظر يجعل شبقا في قلبك. നിങ്ങൾ ഒരു പെണ്ണിന്റെ നല്ല വസ്ത്രത്തിലേക്ക്, സൗന്ദര്യ വസ്ത്രത്തിലേക്ക് നോക്കരുത്. ശൈത്താൻ, പിശാച് ഹൃദയത്തിൽ ഒരു കെണി ഉണ്ടാക്കി തരും. അതിന്റെ പേരിൽ വസ്ത്രത്തെ കുറിച്ച് നബിതങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും പറയുന്നു, നല്ല വസ്ത്രം ഇസ്ലാമിക സംസ്കാരമാണ്. അത് നിങ്ങൾ ധരിക്കണം, അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതല്ലാതെ നമ്മളുടെ ഈ പിശാചിന്റെ വസ്ത്രവും ഭ്രാന്തിന്റെ വസ്ത്രവും നിങ്ങൾ ധരിക്കരുത്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ മകൾക്കൊരു വസ്ത്രം വാങ്ങാൻ ഒരു കടയിൽ കയറിയപ്പോൾ ഒരു ഫുൾ കൈയുള്ള ഒരു വസ്ത്രം ഒരു 5-6 കടയിൽ കയറിയ ഒരു കടയിൽ സാധനമില്ല. എവിടെ വിട്ട? അങ്ങനെ അന്വേഷിച്ച് ഒരു തൊപ്പിക്കാരൻ്റെ കടയിൽ കയറിയപ്പോൾ ഇടയിൽ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ എടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞു. സോൾട്ട് ആൻഡ് പെപ്പർ എന്താ? അതിൻ്റെ ഉപ്പും പിന്നെ എന്താ എരിയും അതിന്റെ മുളകും എടുത്തിട്ട് കൊടുക്കുന്നത് എന്തിനാ? ബുൾസ അടിക്കാനാണ്. അതാണ് എന്റെ അടുത്ത് എന്താ? അത് മാത്രമേ ഉള്ളൂ ഫുൾ കൈ. ഇപ്പൊ വേറൊരു സാധനമാണ് മൊഹബത്ത്. പെണ്ണുങ്ങളിപ്പോ ചോദിക്കുന്നത് മൊഹബത്ത്. ഇപ്പൊ സിനിമയിൽ ഏത് വസ്ത്രം വന്നോ അതാണ് ഇന്ന് സ്വീകരിക്കുന്നത്. അതാണ് ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. അവരുടെ ഇത്തിബാ ചെയ്യുന്ന ആരെയാ? ഇത്തിബാ ചെയ്യുന്നത് സിനിമാ നടീനടന്മാരെയാണ് ഇത്തിബാ ചെയ്യുന്നത്. അള്ളാന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നില്ലല്ലോ. അള്ളാന്റെ റസൂൽ വസ്ത്രം പഠിപ്പിച്ചു കൊടുത്തു. അത് നമ്മുടെ സഹോദരിമാർ പർദ എന്ന് പറഞ്ഞ പർദക്കകത്ത് കയറിയപ്പോഴോ ഒട്ടിയ പർദ, അത് അതിനേക്കാളും ഭയങ്കരം. ഇത് ഇല്ലാതിരുന്ന പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഇട്ടപ്പോ എന്താ സംഭവം? ഓരോ അവയവങ്ങളും തെളിഞ്ഞു കാണത്തക്ക നിലയിലുള്ള പർദകളാണ് ഇന്ന് നമ്മുടെ സഹോദരിമാർ ധരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നെ, ഇടികൊള്ള മലക്കൊന്നും ഒരു ദയം കാണില്ല. ഞങ്ങൾക്ക് പിന്നെ ഇത്തിരിയെങ്കിലും ദയം നിങ്ങളോട് കാണും. മലക്കൾക്ക് ഇടിക്കാൻ വരുന്ന മലക്ക് കണ്ണുമില്ല, ചെവിയും കേൾക്കൂല എന്ന ഹദീസിൽ കാണാം. കാരണം എന്താ? ഇവിടെ കാണുകട നിലവിളിച്ച കണ്ടാല് അവർക്ക് ഒരു വിഷമം തോന്നാതിരിക്കാൻ, ദയ തോന്നാതിരിക്കാൻ വേണ്ടി ചെവിയുടെ കേൾവി ശക്തിയും അള്ളാഹു എടുത്തു കളഞ്ഞു, കണ്ണിന്റെ കാഴ്ചശക്തിയും അള്ളാഹു എടുത്തു കളഞ്ഞു. ആ നിലയ്ക്കുള്ള മലക്കളായി ഇടിക്കുക. എത്ര നിലവിളിച്ചാലും ഒരു രക്ഷയും ഇല്ല. എന്റെ പൊന്നെ, വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ,
വേണമെങ്കിൽ അനുസരിച്ചു. അള്ളാഹു മനസ്സിലാക്കാൻ അനുസരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോ ശുബ്ബാൻ എന്ന് പറഞ്ഞാൽ ശുഅബത്തും മിനൽ ജുനൂൻ, ഒരു തരം ഭ്രാന്താണ്. ആ ഭ്രാന്ത് എടുത്ത് മാറ്റണം. വന്നിസാഉ ഹബാലത്തു ശൈത്താൻ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഒരു കെണിവലയാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണല്ലോ ഇന്ന് മൊത്തം പ്രശ്നങ്ങൾ, ഇന്ന് നാട്ടിന്റെ മൊത്തം പ്രശ്നങ്ങളുടെ കാരണം ഇത് രണ്ടുമാണ്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി ഇവരെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നു. ഇയ്യാകും വൽ ഖൽവത ബിന്നിസാ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനുമായി ഇടകലർന്നിരിക്കരുത്. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും സാക്ഷാൽ ഉപ്പയും മകളുമാണെങ്കിൽ പോലും, പ്രായപൂർത്തിയോടടുത്ത മകളാണെങ്കിൽ പോലും, നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കായി അവർ രണ്ടുപേർക്കും സൗകര്യം ഒരുക്കരുത്. ഇയ്യാക വൽ ഖൽവത ബിന്നിസാ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ഇല്ലാ വസാലിസുഹുമാ ശൈത്താൻ, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയുന്നു. ഒരു അന്യ പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് കൂടുന്ന ആ സദസ്സിൽ മൂന്നാമനായി പിശാച് കടന്നു വരുമെന്ന് അള്ളാന്റെ റസൂല് വ്യക്തമാക്കുകയാ. അള്ളാഹുവിന്റെ റസൂല് അതുകൊണ്ടാണ് നമുക്ക് താക്കീത് നൽകി പറയുന്നത്, ലാ യത്അന അഹദുകും ഫീ റഅസി അഖീ ഖൈറുൽ ലഹു ബിമിഖ്യത്തിൻ ഖൈറുൽ ലഹു മിൻ അയ്യമസ്സ മൻകിബഹു മിൻ അയ്യമസ്സ മൻകിബഹു മൻകിബ ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു. ഒരു അന്യ പെണ്ണിന്റെ ചുമലോട്, ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തോട് ഒരു അന്യ പുരുഷൻ പോയി ഒട്ടി നിൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു ഇരുമ്പ് കമ്പി അവന്റെ തലയിൽ കുത്തിയിറക്കൽ. അതാണ് അഭികാമ്യമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പോൾ ഒരു അന്യ പെണ്ണിനോട് ചേർന്നിരുന്നാൽ, അന്യ പെണ്ണിനെ സ്പർശിച്ചാൽ അവന്റെ തലയിൽ നാളെ അള്ളാഹു ഇരുമ്പ് കമ്പി ഇടിച്ചിറക്കും എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാ യസ്ഹമ റജുലുൻ ബിമിഖ്യത്തിൻ മിൻ ഹദീദ് ഖൈറുൽ ലഹു മിൻ അയ്യമസ്സ ഇംറഅതൻ ലാ തഹില്ലു ലഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കമ്പി ഇടിച്ചിറക്കുക മാത്രമല്ല, മറ്റൊരു റിവായത്തിൽ കാണാം, മാലിന്യങ്ങളിൽ കളിക്കുന്ന കുളിക്കുന്ന പന്നിയെ പോയി കെട്ടിപ്പിടിക്കലാണ്, ആ പന്നിയോട് സഹവസിക്കലാണ് സഹോദരാ നിനക്ക് നല്ലത് അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നിന്റെ ശരീരവുമായി ബന്ധിപ്പിക്കുന്നതിനേക്കാൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു പന്നിയെ പോയിട്ട് നീ തൊട്ടോ, അതിനിടയ്ക്ക് അതിനെ പോയി കെട്ടിപ്പിടിച്ചോ, അതാണ് നിനക്ക് ഏറ്റവും നല്ലത്. മാലിന്യത്തിൽ കിടന്ന് കളിക്കുന്ന പന്നിയെടുക്കൽ പോയിരിക്കുന്നതിനാണ് നിനക്ക് നല്ലത്. നിനക്ക് ജായിസാകാത്ത ഹലാലാകാത്ത ഒരു പെണ്ണിന്റെ അടികൽ പോയിരിക്കുകയും സ്വറ പറയുകയും അവളെ സ്പർശിക്കുകയും നിന്റെ ചുമല് അവളുമായിട്ട് ബന്ധപ്പെടുത്തുകയും. സൂക്ഷിച്ചുകൊള്ളു, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. من وضع يده على امرأة لا تحل له جاء يوم القيامة مغلولة يده إلى عنقه. ഒരു അന്യ പുരുഷനാകട്ടെ ഒരു അന്യ സ്ത്രീയാകട്ടെ കാമവികാരത്തോടെ വിചാരത്തോടെ അവർ പരസ്പരം സ്പർശിച്ചാൽ ആ കൈ നാളെ അള്ളാന്റെ കോടതിയിൽ അവന്റെ നെറുകന്തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഹാജരാക്കേണ്ടി വരും. ഫൈൻ ഖബ്ബലഹാ, അന്യ സ്ത്രീ അന്യ പുരുഷനെ ചുംബിച്ചാൽ, അന്യ പുരുഷൻ അന്യ സ്ത്രീയെ ചുംബിച്ചാൽ ഖുരിളത് ശഫതാഹു ഫിന്നാർ, നരകത്തിലെ കത്രിക കൊണ്ട് അവരുടെ ചുണ്ട് മുറിച്ചു മാറ്റപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫൈൻ സനാ ബിഹാ, ഹറാമായ വീഴ്ചയ്ക്ക് ഏതൊരു പെണ്ണും ഏതൊരു ചെറുക്കനും സാക്ഷ്യം വഹിച്ചുവോ നതഖത് ഫഖദുഹു യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ വ്യഭിചാരത്തിന് കൂട്ടുനിന്ന അവന്റെ തുടയിൽ നാളെ അവനെതിരെ സാക്ഷി പറയുമത്രേ. വഖാല, ആ തുടയല്ല പറയുകയാണ്, യാ റബ്ബി, പടച്ചവനെ, അന റകിബതു ലിൽ ഹറാം, ഹറാമായ വാഹനം കയറ്റി വെച്ച തുടയാണ് ഞാൻ എന്ന് നാളെ ഓരോ തുടയല്ലും വ്യഭിചാരത്തിന് സാക്ഷ്യം വഹിച്ചവരെ, അന്യപെണ്ണുമായി ശൃംഗരിച്ചവരെ, അതിനുവേണ്ടി ചങ്ങാത്തം സ്ഥാപിച്ചവരെ, നാളെ നിന്റെ നാവ് പറയുകയില്ല, നിന്റെ കാലിന്റെ തുടയല് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മനസ്സിലാക്കിക്കോ. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, മൻ സനാ ബിംറഅത്തിൻ കാനത് മുതസവ്വിജ കാനത് അലൈഹാ വഅലൈഹി നിസ്ഫു അദാബി ഹാദിഹിൽ ഉമ്മത്തി ഫിൽ ഖബർ. വ്യഭിചരിക്കുന്നതിന് വേണ്ടി അവിവാഹിതനെ വിവാഹിതയായ പെണ്ണ് ക്ഷണിച്ചാൽ, അല്ലെങ്കിൽ വിവാഹിതൻ അവിവാഹിതയെ ക്ഷണിച്ചാൽ, ആരൊരാള് തന്റെ ഭർത്താവ് ഗൾഫിലുള്ളപ്പോ തന്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ മണിയറ ആരാന് വേണ്ടി തുറന്നു കൊടുത്താൽ, അല്ലാഹുവിന്റെ റസൂല് നമ്മെ താക്കീത് ചെയ്യുന്നത് എന്തെന്നറിയുമോ? കാനത്ത് അലൈഹാ വഅലൈഹി നിസ്ഫു അദാബി ഹാദിഹിൽ ഉമ്മ. അവരുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോ ഈ ലോകത്തുള്ള മനുഷ്യ മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ പകുതി ഭാഗം ഭർത്താവിനെ വഞ്ചിച്ച ഭാര്യമാരെ വഞ്ചിച്ച ഭർത്താക്കന്മാരെ അവർക്ക് ഖബറിൽ നൽകപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കേവലം ഒരു ചെറിയ സുഖത്തിന് വേണ്ടി, രസത്തിന് വേണ്ടി അല്ലേ? വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. യുവത്വം എങ്ങനെ ചെലവ് ചെയ്തു? യുവത്വം എങ്ങനെ ചെലവ് ചെയ്തു? ചോദ്യം വരും, മറുപടി പറയണം. മരിച്ചു പോകും, ഉറപ്പാ. മരിക്കൂലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തെറ്റും ചെയ്യാം. മരിക്കൂലെങ്കിൽ എന്ത് പാപം ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഇജാസത്ത് ഞാൻ തന്നിരിക്കുന്നു. മരിച്ചു പോകുന്ന ഉറപ്പുണ്ടോ? അവിടുത്തെ ദണ്ട് കണ്ടോ? ഇന്ന് രാത്രി വീട്ടിൽ പോകുമ്പോൾ ലൈറ്റൊക്കെ ഒന്ന് അടച്ചിട്ട് ചെറിയ ചുറ്റിലുണ്ടല്ലോ, അതൊന്ന് എടുത്തു നോക്കുമ്പോ അത് 250 ചുറ്റിൽ ഒരുമിച്ച് എടുക്കാം. പക്ഷേ മലക്കുൽ മൗത്തിന്റെ കയ്യിലിരിക്കുന്ന ആ ദണ്ട് ഉയർത്താൻ ഈ ഉമ്മത്ത് മുഴുവനും തീരുമാനിച്ചാൽ നടക്കൂല. അത് അവർ വല്ല സാധാ സീതാരി പൊക്കി എടുത്തിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഇതിന് മറുപടി നമ്മൾ കണ്ടെത്തണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖബറിന്റെ ശിക്ഷയിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തെ, സഹോദര, രണ്ടാമത്തെ ചോദ്യം എന്താണ്? നിന്റെ യുവത്വം എങ്ങനെ നീ ചെലവ് ചെയ്തു? അന്ന ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മർറ ബിശുയൂഖിൻ മർറ ബിമശീഖത്തിൻ, കുറെ വയസ്സന്മാരുടെ പരിസരത്തൂടെ ഇങ്ങനെ നടന്നുപോയി. ഫഖാല, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, യാ മഅശറ ശുയൂഖ്, ഏ കിളവന്മാരെ, വൃദ്ധന്മാരെ, അമാ അലിംതും അന്ന الزرع إذا بيض ويبس واشتد فقد دنا حصاده. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അല്ല വയസ്സന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ നമുക്ക് വിള നൽകി. ആ വിളവെടുക്കാനുള്ള സമയത്ത്, ആ സമയം എത്തിക്കഴിഞ്ഞാല് അതൊക്കെ പാകമായി, അതൊക്കെ നല്ല വിളഞ്ഞു പാകമായി, അത് കൊയ്തെടുക്കാനുള്ള സമയമായി. അത് കൊയ്തെടുക്കാനുള്ള സമയമായെങ്കിൽ അങ്ങനെ നമുക്കത് കൊയ്തെടുക്കാൻ സമയമെത്തിയാൽ കൊയ്തെടുക്കുമോ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. ഉടനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ വയസ്സന്മാര് പറഞ്ഞു, അതെ, കൊയ്തെടുക്കും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, എങ്കിൽ ഫസ്തഇദൂ ഇന്ന റബ്ബ الزرعി ഖദ് ദനാ ഹസാദുകും, നിങ്ങളുടെ സമയം അടുത്തിരിക്കുകയാണ്. ഫസ്തഇദൂ, നിങ്ങൾ തയ്യാറാകണമേ, ഒരുങ്ങിയിരിക്കണമേ, നിങ്ങളുടെ വിള കൊയ്തെടുക്കാനുള്ള സമയം എത്തിയിരിക്കുകയാ. വയസ്സന്മാരുടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ ഉപദേശം. പിന്നെ ഇങ്ങനെ നടന്നു പോയപ്പോ കുറെ ചെറുപ്പക്കാര്, ഫഖാല യാ മഅശറ ശുബ്ബാൻ, ഏ യുവാക്കളെ,
യുവാക്കളെ, ഇന്ന റബ്ബസ്സർഇ റബ്ബമാ ഹസാദു ഫതീല ഖസീല. ചിലപ്പോഴൊക്കെ വിളകൾ പാകമായി വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിളകളൊക്കെ നശിപ്പിക്കാറുണ്ടോ? ഖാലൂ ബലാ. അത് അങ്ങനെ നശിപ്പിക്കാറുണ്ട്. പാകമാകുന്നതിന് മുമ്പ്, കൊടുങ്കാറ്റടിക്കാൻ വാഴയൊക്കെ നല്ല കൊലച്ചു വരുന്നതിന് മുമ്പ് ഒടിഞ്ഞു വീഴുമല്ലോ, നശിച്ചു പോകുമല്ലോ. നെല്ലൊക്കെ നല്ല ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ്, പാകമാകുന്നതിന് മുമ്പ് വെള്ളം കയറി മഴ പെയ്ത് എല്ലാം നശിച്ചു പോകുമല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ സ്വാഭാവികമായി. അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? യുവാക്കളോട് ചോദിച്ചു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖാലു, അവര് പറഞ്ഞു ബലാ, സംഭവിക്കാറുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് മറുപടി പറഞ്ഞു, അമാ തഅലമൂൻ, എങ്കിൽ നിങ്ങൾ അറിഞ്ഞു കൊള്ളണമേ, ലാ തദ്റൂന മതാ തുഹ്സദൂൻ, നിങ്ങൾ വയസ്സായി നിങ്ങളുടെ താടിയുടെ രോമം നരയ്ക്കും, മീശ നല്ലേ, നിങ്ങൾ വളർന്നു വലുതായി വയസ്സാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ അല്ലാഹു പിടിച്ചെടുത്തേക്കാം. അതുകൊണ്ട് ഫസ്തഇദ്ദൂ, ആഖിറത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമേ എന്ന് യുവാക്കളോട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. ഏത് സമയത്ത് ഞങ്ങൾക്ക് ചെറുപ്പമല്ലേ, ഞങ്ങൾ ഇപ്പോഴൊന്നും മരിക്കൂല, ഞങ്ങൾക്ക് ഇനി 50 വയസ്സ് 60 വയസ്സ് ലൈഫ് അടിച്ചു പൊളിക്കാനുണ്ട് എന്ന് പറയുന്ന താരങ്ങൾ ഓർത്തോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധമായ വിളവ് നൽകുന്നതിന് മുമ്പേ അത് നശിപ്പിച്ചു കളയുന്നത് പോലെ ഒരു മനുഷ്യൻ വളർന്ന് വലുതായി അവന് ആയുസ് എത്തുന്നതിന് മുമ്പ്, അവൻ വയസ്സാകുന്നതിന് മുമ്പ് അവന്റെ റൂഹിനെ പിടിക്കാൻ അല്ലാഹുവിന് അറിയാം. അതിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കൂടുതലും യുവാക്കൾ ഹൈവേ റോഡിന്റെ സൈഡിൽ NH-ലും 17-ലും ഒക്കെ അവരുടെ രക്തം മാറുന്ന നിലയിൽ, അവരുടെ തലയോട്ടി പിളർക്കപ്പെട്ട നിലയിൽ, തലച്ചോറ് ചതഞ്ഞറിഞ്ഞ നിലയിൽ, കൈകാലുകൾ വേറിട്ട നിലയിൽ വളരെ നികൃഷ്ടമായ ദാരുണമായ മരണത്തിന് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ ആ വിളവ് പൂർത്തിയാകുന്നതിന് മുമ്പേ അല്ലാഹു എടുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതുകൊണ്ട് യുവാക്കളെ, വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നിങ്ങൾക്ക് അല്ലാഹു തന്ന യുവത്വം ഏത് നിലയ്ക്കാണ് നിങ്ങളത് പാഴാക്കിയത്, ചെലവ് ചെയ്തത്, ഇതിനെക്കുറിച്ച് കണക്ക് ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്തണേ. മൂന്നാമത്തെ ചോദ്യം, വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ, നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ, പണമുണ്ടല്ലോ, അതിനു വേണ്ടിയാണല്ലോ ഇന്ന് മനുഷ്യന്റെ നെട്ടോട്ടം. നമസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, സകാത്ത് വേണ്ട, ഹജ്ജ് വേണ്ട, ജുമാ നമസ്കാരം പോലും പാഴാക്കിക്കൊണ്ട് പണമേ 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 എന്നുള്ള ഓട്ടമുണ്ടല്ലോ. ഈ പണം നിങ്ങൾ സമ്പാദിച്ചോ, പക്ഷേ ഈ സമ്പാദ്യം എവിടെ നിന്നാണ് സമ്പാദിച്ചത്? പലിശയിലൂടെയാണോ, ലോട്ടറിയിലൂടെയാണോ, മോഷണത്തിലൂടെയാണോ, ആരാനെ കൊള്ളയടിച്ചതിലൂടെയാണോ, വഞ്ചിക്കപ്പെട്ട പൈസയാണോ? ഇതെങ്ങനെയാണ് ഈ പണം സമ്പാദിച്ചത്? നിങ്ങളോട് ചോദ്യമുണ്ടാകും, അതിന് മറുപടി കണ്ടെത്തണം. മാത്രമല്ല വഫീമാ അൻഫഖ, ആ പണം നിങ്ങൾ എന്തിന് ചെലവ് ചെയ്തു? ഇന്നത്തെ ഏറ്റവും വലിയ ഒരു വിഷയം ഇതാണ്. നമ്മൾ പൈസ സമ്പാദിക്കുന്നത് നോക്കാറില്ല, അത് ചെലവ് ചെയ്യുന്നത് നോക്കാറില്ല. വരട്ടെ, വെയ് രാജ വെയ്, ആട് മാഞ്ചി തേക്ക്, ഇങ്ങോട്ട് വെയ്, എങ്ങനെയെങ്കിലും ഒക്കെ കാശുണ്ടാക്കുക, അതാണല്ലേ ഇന്ന്. അതുകൊണ്ടാണ് യുവാക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ആയത്തുകളും ഹദീസുകളും നമ്മുടെ ഹൃദയത്തിൽ കയറാത്തത്. എന്തുകൊണ്ട്? പണം വരുന്ന വഴി മോശമായ വഴി. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദുല്ലാഹ അയ്യജഅലനി മുസ്തജാബദ് ദഅവാ, എന്റെ ദുആ, എന്റെ പ്രാർത്ഥന, എന്റെ നമസ്കാരം, എന്റെ ഖുർആൻ ഓതൽ, എന്റെ ഓരോ നന്മകൾ സ്വീകരിക്കാൻ നബിയെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, യാ അനസു, ഏ അനസേ, അതിബ് കസ്ബക് തുജബ് ദഅവതുക്, നീ സമ്പാദിക്കുമ്പോ നല്ലത് സമ്പാദിക്കണേ, നീ കച്ചവടം ചെയ്യുമ്പോ ഹലാലായത് കച്ചവടം ചെയ്യണേ. ആരൊരാള് നന്മയ്ക്ക് കൂട്ടി നിൽക്കുകയും നല്ലത് സമ്പാദിക്കുകയും ചെയ്താൽ തുജബ് ദഅവതുക്, നിന്റെ ദുആ, അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമത്രേ. അപ്പോ മിൻ ഐന ഇക്തസബൽ മാൽ,
എവിടെ നിന്നാണ് സമ്പത്ത്, എവിടെ നിന്നാണ് പണം നിങ്ങൾ സമ്പാദിച്ചത്? ആ സമ്പാദ്യത്തിൽ വല്ല ന്യൂനത ഉണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കില്ല. നബി തങ്ങൾ അടുത്ത ഹദീസിൽ അടുത്ത വരിയിൽ പറയുന്നു, ഒരു മുഅ്മിനായ സഹോദരൻ ഹറാമിന്റെ ഭക്ഷണം കൊണ്ട് ഒരു തരി ഭക്ഷണം അവന്റെ വായിലേക്ക് ഉയർത്തിയാൽ 40 ദിനരാത്രങ്ങൾ അല്ലാഹു അവന്റെ ഇബാദത്ത് സ്വീകരിക്കുകയില്ല. ഹറാമായ പണം ലോട്ടറി എടുത്ത് പലിശ ഉണ്ടാക്കി ഹാൻസ് വിറ്റ പൈസ, തുളസി വിറ്റ പൈസ, ചാരായം വിറ്റ പൈസ, പുകയില വിറ്റ പൈസ, ഈ പൈസയൊക്കെ എടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ നിന്നാൽ വല്ലാഹി ഫലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 യൗമാ. നമസ്കരിക്കുന്ന നമസ്കാരക്കാരെ, ഹാൻസിന്റെ പൈസ നിങ്ങൾക്ക് വേണ്ട. നമസ്കാരമുള്ള കടക്കാരെ, തുളസി വിറ്റ പൈസ നിങ്ങൾക്ക് വേണ്ട. നമസ്കാരമുള്ള സഹോദരങ്ങളെ, പുകയില വിറ്റ പൈസ നിങ്ങൾക്ക് വേണ്ട. ഇതെല്ലാം ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നഷ്ടപ്പെടുത്തുകയും ശരീരത്തെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന ഓരോ പ്രവണതകളും കച്ചവടങ്ങളുമാ. പുകയിലെ കുറിച്ച്, ഹാൻസിനെ കുറിച്ച്, തുളസിയെ കുറിച്ച്, ശൈലി ഗൈനിയെ കുറിച്ച് ബഹുമാനപ്പെട്ട നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഉമ്മു സൽമാ റളിയല്ലാഹു അൻഹ പറയുകയാ, നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ കുല്ലി മുഫ്തിരിൻ വ മുസ്കിർ. എല്ലാ ലഹരി പദാർത്ഥങ്ങളും ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും ബലഹീനമാക്കുകയും നശിപ്പിക്കുകയും അവശതയിലേക്ക് കൊണ്ടെത്തിക്കുകയും ഭാവിയിൽ മാരകമായ രോഗം വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഏത് പദാർത്ഥങ്ങളാകട്ടെ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിരിക്കുകയാ. അതുകൊണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് തുളസി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണ്ട, ഹാൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിനറിയാം 21-ാം നൂറ്റാണ്ടിലെ യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാർ അവരുടെ തൊള്ളയിൽ തുളസിയും ഹാൻസും കൊണ്ട് അവർ അമ്മാനമാടുമെന്ന് നബി തങ്ങൾക്കറിയാം. അതുകൊണ്ട് ഉമ്മു സൽമയുടെ മഹത്തായ റിപ്പോർട്ടിലൂടെ നമ്മെ അറിയിക്കുന്നു, ശരീരം പാഴാക്കുകയും സമ്പത്ത് നശിപ്പിക്കുകയും ചെയ്യുന്ന സകലമാന പദാർത്ഥങ്ങളും അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിരിക്കുകയാ. അതുകൊണ്ട് തുളസി ഹറാം, പുകവലി ഹറാം, ചൈനി കൈനി ഹറാം, ടൊബാക്കോ ഹറാം. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊന്നുകളയരുത് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലും വലാ തുൽഖൂ നിങ്ങൾ നിങ്ങളുടെ കൈകളെ, ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടെറിയരുത് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലാഹുവിന്റെ റസൂലിനോട് ഹലാലേത് ഹറാമിയത് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി യസ്അലൂനക മാദാ ഉഹില്ല ലഹും, ഏതൊക്കെയാണ് നബിയെ ഹലാലാക്കിയതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അങ്ങയോട് ചോദിക്കുമെന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. യഅമുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. നല്ല വസ്തുക്കൾ അല്ലാഹു അനുവദിച്ചു, മാലിന്യം നിറഞ്ഞ ലഹരിയുള്ള നീച പദാർത്ഥങ്ങൾ അല്ലാഹു വിരോധിച്ചു. അതുകൊണ്ട് ഹാൻസും തുളസിയും ലഹരിയും അടിച്ചുകൊണ്ട് യുവാക്കളെ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിന്റെ വിറകാക്കി മാറ്റരുത്. അല്ലാഹുവും റസൂലും നമുക്ക് താക്കീത് നൽകുകയാ. അതുകൊണ്ട് നിങ്ങളുടെ പണം ഹലാലായ പണമായിരിക്കണം, അത് ഹലാലിന് വേണ്ടി ചെലവ് ചെയ്യണം. ഹറാമായത് സമ്പാദിച്ചിട്ട് 1000 റക്അത്ത് പള്ളിയിൽ വന്ന് നമസ്കരിച്ചാലും ആ നമസ്കാരം ശരിയല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ യജ്അല അഹദുകും ഫീ തുറാബാ ഖൈറുൻ മിൻ അൻ യജ്അല അഹദുകും ഫീ ഹറാമാ.
വാരി നിന്റെ പള്ളയിലിടലാണ് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠം. ഹറാമായ ഭക്ഷണത്തിന്റെ പദാർത്ഥങ്ങളും ഭക്ഷണങ്ങളും നീ കഴിക്കുന്നതിനേക്കാൾ ലോട്ടറിയുടെയും പലിശയുടെയും ഹറാമ് വിറ്റുണ്ടാക്കിയ പൈസയിലൂടെയും തന്റെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ അവരുടെ ദുആയും ഇബാദത്തും സ്വീകരിക്കില്ല. മാതാക്കളെ, പിതാക്കളെ, ആ ഹറാമ് സമ്പാദിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ മണ്ണ് വാരി തിന്നോ, അത് ഹലാലാണ്, ഹലാലാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വരികയാ. അയ്യുൽ അമലി അയ്യുൽ കസ്ബി അഫ്ളലു യാ റസൂലല്ലാഹ്. നബിയേ, ഏറ്റവും നല്ല സമ്പാദ്യം, ഹലാലായ സമ്പാദ്യം ഏതാണ് നബിയേ എന്ന് ആ സഹാബി നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി കുല്ലു ബൈഇൻ മബ്റൂർ. എല്ലാ ഹലാലായ സമ്പത്ത് കൊണ്ട് തുടക്കം കുറിച്ച കച്ചവടം അത് ഹലാലായ പൈസയാണ്. മാത്രമല്ല വഅമലുർ റജുലി ബിയദൈ, ഒരു ചെറുപ്പക്കാരൻ അവന്റെ രണ്ട് കൈ കൊണ്ട് അവൻ കഷ്ടപ്പെടുന്ന പണമുണ്ടല്ലോ, താബൂക്കെടുക്കുന്ന പണമുണ്ടല്ലോ, സിമന്റ് കുഴയ്ക്കുന്ന പണമുണ്ടല്ലോ, കല്ല് കെട്ടുന്ന പണമുണ്ടല്ലോ, കൂടമെടുക്കുന്ന പണമുണ്ടല്ലോ, ഈ കൈ കൊണ്ട് ചെയ്യുന്ന ജോലി, അധ്വാനം അത് ഹലാലായ പൈസയാ, അത് ഹലാലായ പൈസയാ. കൂടമെടുത്തതിന്റെ പേരിൽ, കല്ല് ചുമന്നതിന്റെ പേരിൽ ആരുടെ കയ്യിൽ തഴമ്പുണ്ടോ അവൻ നാളെ സ്വർഗത്തിലാണെന്ന് ഹബീബായ തങ്ങൾ ഒരു ജോലിക്കാരന്റെ കൈക്ക് പിടിച്ച് തഴമ്പ് കണ്ടപ്പോ നബിതങ്ങൾ അവന് സ്വർഗത്തിലേക്കുള്ള സന്തോഷ വാർത്ത അറിയിച്ചെങ്കിൽ സഹോദര, ലോട്ടറി കച്ചവടം നിർത്തിയിട്ട്, പാൻപരാഗ് കച്ചവടം നിർത്തിയിട്ട്, മദ്യ കച്ചവടം നിർത്തിയിട്ട് താബൂക്ക് ചുമക്കാൻ പോകൂ സഹോദര. ചിരിച്ചുകൊണ്ട് നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. അതല്ല കേവലം നൈമിഷികമായ ക്ഷണികമായ ദുനിയാവിന്റെ ജീവിതത്തിന് വേണ്ടി പണം സമ്പാദിക്കാൻ എന്ത് നെറികേടും എന്ത് തമ്മാടിത്തരവും സ്വീകരിക്കാൻ നീ തയ്യാറായാൽ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ദുനിയാവിൽ നിനക്ക് ആഘോഷമാ, ദുനിയാവിൽ നിനക്ക് ആനന്ദമാ, ദുനിയാവിൽ നിനക്ക് ആർഭാടമാ. ആ മണ്ണറയിലേക്ക് പോകുമ്പോ ഒറ്റപ്പെട്ടവനായിരിക്കും നീ. ആ സമയം നിന്റെ സമ്പാദ്യത്തെ കുറിച്ച് ചോദ്യം വരുമ്പോ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞത്, യാ അനസോ, ഏ അനസേ, അതിബ് കസ്ബക്, നിന്റെ കച്ചവടം നീ നന്നാക്കിക്കോ. തുജബ് ദഅവതുക്, ഓട്ടോമാറ്റിക്കായി അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കും. അതേ ഉള്ളു മറുപടി. ഇന്ന് ദുആ സ്വീകരിക്കാത്ത കാരണം എന്താ? പാൻപരാഗ് വിറ്റ പൈസയാ മക്കൾക്ക് കൊടുക്കണത്, തുളസി വിറ്റ പൈസയാ മക്കൾക്ക് കൊടുക്കണത്, പുകയില വിറ്റ പൈസയാ മക്കൾക്ക് കൊടുക്കണത്. അതുകൊണ്ട് ദുആ സ്വീകരിക്കാത്തത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബീഡി വലിച്ചിട്ട് പള്ളിയിൽ വരുന്നവരെ മൻ ആദാ മുസ്ലിമാ ഫഖദ് ആദാനി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരൊരാൾ ഒരു മുസ്ലിമിനെ വേദനിപ്പിച്ചോ അവൻ എന്നെ വേദനിപ്പിച്ചവനെ പോലെയാണ്. വമൻ ആദാനി, ആരൊരാൾ എന്നെ വേദനിപ്പിച്ചോ ഫഖദ് ആദല്ലാഹ്, അവൻ അല്ലാഹുവിനെ വേദനിപ്പിച്ചവനായി. എങ്ങനെ വേദനിപ്പിക്കാം? വലല്ലാഹീൻ ആമീൻ എന്ന് പറയുമ്പോൾ കട്ടം വീടിയുടെ വാടയാണ്. മലക്കള് പോലും മയങ്ങി വീഴും. നേരം വെളുക്കുമ്പോൾ സുബഹിക്ക് പള്ളിയിലൊക്കെ രാവിലെ വരുമ്പോൾ ഒന്ന് കോട്ടു ഇടേണ്ട ഗതികേട് അടുത്തെങ്ങാണ് നമ്മൾ നിന്നാ സുഹൃത്തും റക്കാത്തും ഒക്കെ മറന്നു അതാ കിടക്കാം. മിസ്വാക്ക് ചെയ്യാൻ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ പറഞ്ഞത് ഉള്ളി തിന്നുമ്പോൾ പള്ളി കയറരുതെന്ന്. അത്രയ്ക്ക് വളരെ ഗൗരവത്തോടെ പറഞ്ഞു. അതാണ് ആ നാട്ടിൽ നിന്ന് ഉള്ളി പ്രശ്നമില്ല. ഇന്നത്തെ ഉള്ളിയൊക്കെ തിന്നാലൊന്നും വാട എടുക്കൂലല്ലോ, അതൊക്കെ നല്ല വേവിച്ചതാ. പക്ഷെ എങ്കിൽ തന്നെ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല നബിതങ്ങൾക്ക് ഉള്ളി പലഹാരം കൊണ്ട് കൊടുത്തപ്പോൾ നബിതങ്ങൾ അത് മടക്കി വെച്ചു. അതൊന്നുകൂടെ വേണ്ടാന്ന്. കാരണം ഞാൻ മുനാജാത്ത് ചെയ്യുന്നതാണ് മലക്കളുമായിട്ട്. ഞാനിത് തിന്നിട്ട് എന്തെങ്കിലുമൊക്കെ നാറ്റടിച്ചാൽ മലക്കൾ തിരിച്ചു പോകും. ഇന്ന് നമ്മൾ കാട്ടറായി അടിച്ചോണ്ടിരിക്കുക. അടിക്കുമ്പോൾ എല്ലാവരും ശരിയാ മലക്കൾ വരൂല, അതുകൊണ്ട് എന്തായാലും മലക്കുൽ മൗത്ത് അസ്രായിൽ വരൂല, അതുകൊണ്ട് രക്ഷപ്പെട്ട് അടിച്ചോണ്ടിരിക്കാം കട്ടം പിടി. അത് കൊള്ളാം. ചില ആളുകൾ പട്ടിയെ വീട്ടിലുള്ളത് എന്താപ്പാ, ഇവിടെ പട്ടിയെ വളർത്തുന്നിടത്ത് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പട്ടിയും ഫോട്ടോയും ഉള്ള സ്ഥലത്ത് മലക്കൾ വരൂല, അതുകൊണ്ട് എന്തായാലും മലക്കുൽ മൗത്ത് ഞങ്ങളെ തേടി വരൂല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ പട്ടി. അതുകൊണ്ട് മലക്കുൽ മൗത്തിന്റെ സ്വഭാവം ഞാൻ പറയണോ എങ്ങനത്തെ സ്വഭാവമാണെന്നുള്ളത്? പട്ടിയല്ല പന്നി അവിടെ കൊണ്ടുവച്ചാലും മൂപ്പിലാരും ഒരു പ്രശ്നമില്ല. സാധനം ആരാ, അത് സാധനം വേറെയാണ്. ഞാൻ എന്റെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ചെറുപ്പക്കാരാ, നിന്റെ സമ്പത്ത് എങ്ങനെ ചെലവ് ചെയ്തു, എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ചെലവ് ചെയ്തു? ഇന്ന് പൈസ കൂടുതൽ ചെലവ് ചെയ്യുന്ന എന്തിനു വേണ്ടി? കാട്ടറായി.
കാക്കാടെ കവറുപാല്, കല്ലുവാതക്കത്താത്തയുടെ കവറുപാല്, മണിച്ചം വാട്ടർ. ഈ സാധനം അടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചെറുപ്പക്കാർ യുവാക്കൾ പൈസ മൊത്തം ഇന്ന് വാരി ചെലവാക്കും. അതിൻ്റെ ഒരു 2-3 ഹദീസ് കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് 10:30 പോയി ഞാൻ നിർത്തും. 10 മണി വരെയാണുള്ള സമയം. ഇവിടെയൊക്കെ ഇത് കാണൂല്ലേ, 10:30 ആകുമ്പോൾ ഇനി 2 ഹദീസിന് ഇനി 10:30 പോരാല്ലോ. ഇതാണ് അടുത്തതാഴ്ച വലിയ ആറ്റം ബോംബ് വിട്ടു കൊടുക്കണ്ടെങ്കിൽ അതാണ്. പോലീസ് പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നം, എന്നെ പിടിച്ചോണ്ട് പോകും, നാളെ എനിക്ക് പേങ്ങാട്ടുശ്ശേരി പ്രസംഗിക്കാനുള്ളത്, എനിക്ക് അവിടെ പോയി എത്തിക്കാതിരിക്കാനൊന്നും വയ്യ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് പൈസകൾ കൂടുതലും ചെലവാക്കുന്നത് വൈറ്റ് ഡ്രമ്മിന് വേണ്ടിയിട്ടാണ്. വാടയില്ലാത്ത സാധനം കുടിച്ചിട്ട് അടിച്ചാൽ വീട്ടിൽ വന്ന് പെണ്ണുമ്പളുടെ കൂടെ കിടക്കാം, അറിയത്ത് പോലും എന്ത് ചെയ്തു, എവിടെ പോയി കുടിച്ചെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ സാധനം കണ്ടുപിടിച്ച സാധനം 3x നമുക്ക് അറിയില്ല സംഭവം. റെഗുലർ യൂസ് മെഡിസിൻ, റെഗുലർ യൂസ് മൗത്ത്, സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അപ്പോളെ ആള് കട്ടപ്പുകയാവും. അപ്പൊ അങ്ങനത്തെ സാധനം ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് അതൊരു ഹരവായിരിക്കാണ്. അതൊന്ന് കുടിച്ചാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അതിന്റെ ഗൗരവം ഒന്നും മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും, കേവലം ഒരു ചെറിയ രസത്തിന് വേണ്ടിയിട്ടായിരിക്കും അവൻ കുടിക്കുന്നത്. അവൻ സമ്പാദിക്കുന്നു പൈസ, അവൻ ചെലവ് ചെയ്യുന്നത് എവിടെ? ഇപ്പൊ സമ്പാദ്യം ഞാൻ പറഞ്ഞു. ഇനി വഫീമ അൻഫഖ, അവൻ എങ്ങനെയാണ് ചെലവ് ചെയ്യുന്നത്, എവിടെ കൊണ്ട് ചെലവ് ചെയ്യുന്നു? കഷ്ടപ്പെട്ട് പോയി താബൂക്കെടുത്ത് വലിയ പണി ചെയ്ത് 600-700 രൂപ ദിവസവും സമ്പാദിച്ചുകൊണ്ട് വന്നിട്ട് നേരെ പോണത് എങ്ങോട്ടാ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ചെറുപ്പക്കാരാ പൈസ കൊണ്ട് കളയുന്നത് എവിടത്തേക്കാണ്? സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ ആരോ ഇതിന്റെ കണക്കുകളൊക്കെ പറയും. ഓരോരുത്തർ കുടിച്ചു തുപ്പുന്ന ഓരോ സ്ഥലങ്ങൾ, ജില്ലകൾ. പരിശുദ്ധമായ റമദാൻ മാസത്തില് ഇച്ചിരി ആശ്വാസം ഉണ്ടെന്ന് ഈ ബെവറേജസ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. 27-ാം രാവാകുമ്പോൾ പൾസ് കൂടും, അത് അന്നേരം അതിൻ്റെതായ ദർജ കൂടും. ബഹുമാനപ്പെട്ട സഹോദര സഹോദരി, ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണേ. ഇത് മനസ്സിലാക്കിയാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷയാണ്. ഒന്ന് ശ്രദ്ധിച്ചോളി, അല്പം ഒന്ന് ശ്രദ്ധിച്ചോളി. മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നാളെ മുതൽ മാറിക്കോ. അൽഹംദുലില്ലാഹ്, തീർത്തോ, പ്രശ്നം തീർന്നു. ഇപ്പൊ ഇന്നലെ വരെ കുടിച്ചോന്ന് അള്ളാഹ് ചോദിക്കില്ല, തൗബ ചെയ്ത് മടങ്ങിയാൽ മതി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹിയ അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ പാപമാണ്, ഏറ്റവും വലിയ പാപമാണത്. മൻ ശരിബൽ ഖംറ നഹാറാ, ആരൊരാളത് പകലിന്റെ ആദ്യത്തിൽ കുടിക്കുന്നുവോ, വല്ല മുശ്രിക്കാ, അവൻ ആ പകലിന്റെ സമയത്ത് മുശ്രിക്കായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. വമൻ ശരിബൽ ഖംറ ലൈലാ, ആരൊരാൾ രാത്രിയുടെ തുടക്കത്തിൽ അവൻ മദ്യം കുടിക്കുന്നുവോ, ബാത മുശ്രിക്കാ, അവൻ രാത്രി മുഴുവനും മുശ്രിക്കായിട്ടായിരിക്കും ഉറങ്ങുക. ആ രാത്രിയുടെ സമയത്തെങ്ങാനും അവൻ മരിച്ചു പോയാൽ അവൻ മുശ്രിക്കായിരിക്കും സഹോദര, മുശ്രിക്കായിരിക്കും സഹോദര. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മുശ്രിക്കിനെയാണല്ലോ മുസ്ലിം പോയി കുളിപ്പിക്കേണ്ടത്, ഈ മുശ്രിക്കിനെയാണല്ലോ തോളിലേറ്റിക്കൊണ്ടുവരേണ്ടത്, ഈ മുസ്ലിമിനെ, ഈ മുശ്രിക്കിനെയാണല്ലോ ഈ മിമ്പറിന്റെ മെഹ്റാബിന്റെ ഓരത്ത് കൊണ്ടുവച്ച് നമസ്കരിപ്പിക്കേണ്ടത്. ഓർക്കോ സഹോദര, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. മൻ ശരിബൽ ഖംറ, മൻ ശരിബൽ ഖംറ, ആരൊരാൾ മദ്യപിക്കുന്നുവോ, ആരൊരാൾ മദ്യപിക്കുന്നുവോ, ഫലാ തുസല്ലിം അലൈഹി, അവന് നിങ്ങൾ സലാം പറയരുത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് ഹബീബായ തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ, ഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമത്തി മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി, തീർച്ചയായും നാളെ മദ്യപാനി ആഖിറത്തിൽ അവനെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് അവന്റെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കും, വികൃതമായ വിരൂപമായ രൂപത്തിലായിരിക്കും. പേപ്പട്ടിയെ പോലെ അവന്റെ നാവ് അവന്റെ നെഞ്ചിലേക്ക് ഇറങ്ങിക്കിടക്കുമത്രേ. യസീലു ലുആബുഹു, അവന്റെ നാവിന്റെ ഇരുഭാഗങ്ങളിൽ നിന്ന് ഇളയിട്ട് വീഴുമത്രേ. വയഅരിഫുഹു വയഖദിറുഹു കുല്ലു മൻ റആഹു, കാണുന്ന ഓരോരുത്തർക്കും അവർക്ക് ദുർനാറ്റം സഹിക്കവയ്യാതെ വഅറഫ, അവർ മനസ്സിലാക്കും, അന്നഹു ശാരിബു ഖംർ, ദുനിയാവിൽ ഇവൻ മദ്യപിച്ച് മരിച്ചു പോയവനാണ്, അവനെയാണ് ഈ കോലത്തിൽ അല്ലാഹു കൊണ്ടുവന്നത്. മാത്രമല്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ, മൻ മാത മുദ്ബിനൽ ലിൽ ഖംർ കഅബിദില്ലാത വൽ ഉസ്സാ, അല്ലാഹുവിന്റെ
റസൂൽ പറയുകയാണ്, ആരൊരാൾ മദ്യപിച്ച അവസ്ഥയിലാണ് മരണപ്പെട്ടതെങ്കിൽ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന ലാത്തയെയും ഉസ്സയെയും ആരാധിച്ച് ചത്തുപോയവനെ പോലെ അവൻ ചത്തുപോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഖീല ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് അറഅയ്ത മുദ്മിനൽ ഖംർ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. സ്ഥിരക്കുടിയനെ കുറിച്ചല്ലയോ നബിയെ പറഞ്ഞത്? മുഴുക്കുടിയന്മാരെ കുറിച്ചല്ലയോ പറഞ്ഞത്? വല്ലപ്പോഴും ഒന്ന് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ ഹബീബേ എന്ന് സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ലാ വലാകിൻ യശ്റബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. ആഴ്ചയിലോ ആണ്ടിലോ ഒരിക്കലെങ്കിലും കുടിക്കുന്ന കുടിയന്മാരെ, അവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. വല്ലപ്പോഴെങ്കിലും കുടിക്കുകയും സന്തോഷത്തിന്റെയോ കല്യാണത്തിന്റെയോ വിവാഹവേളയിലോ വിവാഹ സദ്യയിലോ വിരുന്ന് സൽക്കാരത്തിനോ നീ അല്പം മദ്യം കുടിക്കുമ്പോ ആ സമയത്തെങ്ങാനും തൗബ ചെയ്യാതെ നീ മരിച്ചു പോയാൽ അവന്റെ മുഖം വിവരണമാവുകയും അവൻ ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവൻ ചത്തുപോയവനെ പോലെ അതേ പട്ടികയിൽ ഉൾപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അന്ന ശർബത്തൽ ഖംർ ഇദാ അതൗ അല സിറാത്ത്. മദ്യപാനി സിറാത്ത് എന്ന പാലത്തിലേക്ക് കടക്കുമ്പോ യതഖത്തഫഹുമുസ് സബാനിയ. സബാനിയായ മലക്കുകൾ അവരെ പോയി പ്രഹരിക്കുമത്രേ, കടന്നു പിടിക്കുമത്രേ. ഇലാ നഹരിൽ ഖബാൽ. ആ സിറാത്ത് എന്ന പാലത്തിന്റെ താഴെയുള്ള നികൃഷ്ടമായ നീർച്ചാലായ നരകകുണ്ടാരത്തിലേക്ക്, ഖബാൽ എന്ന നരകത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, വമാ നഹറുൽ ഖബാലി യാ റസൂലല്ലാഹ്. നബിയെ, എന്താണ് ഈ ഖബാൽ എന്ന് പറയുന്നത്? ആ വെള്ളം എന്താണ്? ആ നരകം എന്താണ്? ആ ചെരുവെന്താണെന്ന് ചോദിച്ചപ്പോ ഹിയ ഉസാറത്തു അഹ്ലിൻ നാർ അദ്ദമു വൽ ഖൈഹു. നരകവാസിനികളായ സ്ത്രീകളുടെ ശരീരഭാഗത്തിൽ നിന്നും അവരുടെ ഔറത്തിൽ നിന്നും ഒലിക്കുന്ന ചീഞ്ചലമാണ്, നികൃഷ്ടമായ ജലമാണ്. ആ ചീഞ്ഞഴുകിയ വെള്ളം തിളപ്പിച്ചുകൊണ്ട് മദ്യപാനിയെ കുടിപ്പിക്കുന്ന ഒരു നരകമത്രേ നെഹ്റുൽ ഖബാൽ. സ്വർഗത്തിലേക്ക് കടക്കാൻ സിറാത്ത് എന്ന പാലത്തിലേക്ക് കയറുമ്പോ മാലാഖമാർ വന്ന് തള്ളി താഴേക്കിടുകയാ.